പ്രിയ മാന്യ സഹോദര, പ്രിയ സഹോദരി, ഒരു കാലത്ത് ദൈവവേലയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചു, പക്ഷെ തളർന്നിരിക്കുകയാണോ? വാടിയിരിക്കുകയാണോ? ഒരുപക്ഷെ ജീവിത പ്രശ്നങ്ങളാകാം, ചില പീഡനങ്ങളാകാം, ചില ഞെരുക്കങ്ങളാകാം, ചില ഒറ്റപ്പെടുത്തലുകളാകാം, ചില സാമ്പത്തിക ഞെരുക്കങ്ങളാകാം. സഭയിൽ നിന്ന് വേണ്ടതുപോലെ സപ്പോർട്ട് കിട്ടിയില്ല, മറ്റാരും എന്നെ സഹായിച്ചില്ല, എന്റെ മക്കളുടെ പഠിത്തത്തിൽ ആരും കൈത്താങ്ങൽ കൊടുത്തില്ല. ഇങ്ങനെയുള്ള മാനുഷികമായ ചില കാര്യങ്ങളിൽ തട്ടിത്തടഞ്ഞ് കാലിടറി കഴിയുകയാണോ? മകനെ, ഈ ഭൂമിയിലുള്ള മനുഷ്യരിൽ ആശ്രയം വെക്കരുത്. മകനെ, നീ ദൈവവേലയ്ക്ക് ഇറങ്ങിയത് ഈ ഭൂമിയിലുള്ള മനുഷ്യർ നിന്നെ സഹായിക്കുമെന്ന ലക്ഷ്യത്തോടെ ആകരുത്. എങ്കിൽ നീ വീഴാനിടയാകും. ഞാൻ അത്യുന്നതന്റെ വേലക്കാരനാണ്, അവൻ എന്നെ സഹായിക്കും. സഹായം വരുന്ന ഒരു പർവ്വതമുണ്ട്, ഭൂമിയിലെ പർവ്വതമല്ല. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഇന്ന് ദൈവവേലയിൽ ഉത്സാഹമില്ലാതെ പലരും കഴിയുന്നു. തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, പക്ഷേ ക്രിസ്തുവിന്റെ മുഖത്തൊന്നും കണ്ടുപറിച്ച് നശിച്ചുപോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള വേദന ഇല്ലാതെ മരവിച്ച ജീവിതവുമായി കഴിയുന്ന അനേകം ദൈവവേലക്കാർ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഉണരാം. കാലം മുന്നോട്ട് പോവുകയാണ്. യേശുവിന്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. നമുക്ക് ഉണരാം, നമുക്ക് ചാടി എഴുന്നേൽക്കാം.